Good morning, all of you. Welcome back. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷനെ കുറിച്ച് പറഞ്ഞു. ആ പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ ഒരു ക്വസ്റ്റ്യനും നമ്മൾ ചെയ്തു. നെക്സ്റ്റ് ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ് അണ്ടർ റൈറ്റിംഗ് ഓഫ് ഷെയർസ് ആൻഡ് ഡിവിഡൻഡ്സ്. അണ്ടർ റൈറ്റിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരു പബ്ലിക് കമ്പനിക്ക് ബിസിനസ് ആരംഭിക്കണമെങ്കിൽ ആ കമ്പനി പബ്ലിക്കിൽ ഇഷ്യൂ ചെയ്ത ഷെയറിന്റെ 90% പൊതുജനങ്ങൾ വാങ്ങിയിരിക്കണം. അതിന് മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയും. നിങ്ങൾ പഴയ ക്ലാസ്സിലൊക്കെ +2 പഠിച്ചിട്ടുണ്ട് മിനിമം സബ്സ്ക്രിപ്ഷൻ. അപ്പൊ ഈ മിനിമം സബ്സ്ക്രിപ്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ, അതായത് 90% ഷെയറെങ്കിലും പൊതുജനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ അത്തരത്തിലുള്ള ബിസിനസ് ഓർഗനൈസേഷൻ കമ്പനികൾക്ക് ബിസിനസ് ആരംഭിക്കാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പൊ അങ്ങനെ വാങ്ങാൻ സാഹചര്യം 90% ഷെയർ പബ്ലിക് വാങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം, മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടാത്തൊരു സാഹചര്യം പല കമ്പനികൾക്കും. അത്തരം കേസ് ഉണ്ടാവുമ്പോഴാണ് അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്ന പ്രൊസീജിയർ ഉണ്ടാവുന്നത്. അപ്പൊ എന്താണ് അണ്ടർ റൈറ്റിംഗ് നോക്കാം. മീനിങ് ഓഫ് അണ്ടർ റൈറ്റിംഗ്: when a company issue shares to the public, it is not sure that the whole share will be subscribed by the public. Therefore, in order to ensure the full subscription of shares, the company may underwrite its shares or debentures. കമ്പനി ഇറക്കിയിരിക്കുന്ന മുഴുവൻ ഷെയറുകളും പബ്ലിക് വാങ്ങണമെന്നില്ല. അപ്പൊ അങ്ങനെ പബ്ലിക് മുഴുവൻ ഷെയറുകളും വാങ്ങിയില്ല എങ്കിൽ ആ ഫുൾ സബ്സ്ക്രിപ്ഷൻ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഷെയറുകളും ഡിബെഞ്ചറുകളും അണ്ടർ റൈറ്റ് ചെയ്യുന്നത്. അപ്പൊ അണ്ടർ റൈറ്റിംഗ് മീൻസ് ദ ആക്ട് ഓഫ് എൻഷുറിംഗ് സെയിൽ ഓഫ് ഷെയർസ് ഓർ ഡിബെഞ്ചേഴ്സ് ഓഫ് എ കമ്പനി even before offering the public is called underwriting. Listen, the act of ensuring the sale of shares or debentures of a company even before offering to the public is called underwriting. Generally, it is a contract between company and underwriters. Underwriters are individuals or organizations. It is a contract between company and underwriters by which they agree to undertake that part of shares or debentures which has not been subscribed by the public. ഒരു കമ്പനിയുടെ ഷെയർ ഡിബെഞ്ചർ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ബാക്കി ഷെയറുകൾ നമ്മൾ ഏറ്റെടുത്ത് കൊള്ളാം എന്ന് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളോ അല്ലെങ്കിൽ ഒരു സ്ഥാപനങ്ങളോ എഗ്രിമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്നത്. The firm or person who are engaged in underwriting, they are called underwriters. The firm or person who are engaged in underwriting are called underwriters. They agree to take up the shares which has not been subscribed by the public. പബ്ലിക് വാങ്ങാത്ത ഷെയറുകൾ അവരെന്ത് ചെയ്യുന്നു? സബ്സ്ക്രൈബ് ചെയ്യുന്നു. For their service, they charge commission. It is called underwriting commission. According to Security Exchange Board of India, underwriting commission cannot exceed 5% of the issue price of shares and 2.5% of issue price of debentures. അണ്ടർറൈറ്റിംഗിൽ ഏർപ്പെടുന്ന അണ്ടർറൈറ്റേഴ്സിന് നിശ്ചിത ശതമാനം കമ്മീഷൻ കിട്ടും. ഷെയറാണ് അണ്ടർറൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സെബിയുടെ ആജ്ഞ അനുസരിച്ചുകൊണ്ട്, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബിയുടെ ആജ്ഞ അനുസരിച്ചുകൊണ്ട് 5% മാത്രമേ നൽകാൻ പാടുള്ളൂ. ഡിബെഞ്ചറിന്റെ കേസിലാണെങ്കിൽ 2.5% മാത്രമേ അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ നൽകാൻ പാടുള്ളൂ. ഇവിടെ ടൈപ്സ് ഓഫ് അണ്ടർറൈറ്റിംഗ്, വ്യത്യസ്ത തരത്തിലുള്ള അണ്ടർറൈറ്റിംഗ്. ഫസ്റ്റ് വൺ
open underwriting or conditional underwriting. Open underwriting or conditional underwriting. Under open underwriting, underwriters agrees to take up the shares or debentures only when the issue is not subscribed by the public. Listen me. Under this type of agreement, the underwriters agrees to take up shares or debentures only when the issue is not subscribed to the public in full. Full ആയിട്ടുള്ള ഷെയറുകൾ അല്ലെങ്കിൽ ഡിബഞ്ചർ പബ്ലിക് വാങ്ങിയിട്ടില്ല എങ്കിൽ ബാക്കി വരുന്ന ഷെയർ ഞങ്ങൾ വാങ്ങിക്കൊള്ളാം എന്ന് പറയുന്നു. അതിനെയാണ് ഓപ്പൺ അണ്ടർറൈറ്റിംഗ് എന്ന് പറയുന്നത്. മുഴുവൻ ഷെയർ പബ്ലിക് വാങ്ങിയിട്ടില്ല എങ്കിൽ ബാലൻസ് വരുന്ന ഷെയർ ഞങ്ങൾ എടുത്തുകൊള്ളാം എന്ന് പറയുന്നു. അതിനെയാണ് ജസ്റ്റ് എക്സാമ്പിൾ, ഒരു കമ്പനി 50,000 ഷെയർ പബ്ലിക് വേണ്ടി ഇഷ്യൂ ചെയ്തു, 40,000 ഷെയർ പബ്ലിക് വാങ്ങി, 10,000 ഷെയർസ് ബാലൻസ് ഉണ്ട്. ആ 10,000 ഷെയർസ് കംപ്ലീറ്റ് അണ്ടർറൈറ്റേഴ്സ് വാങ്ങും. That is known as open underwriting. If the public applied for 45,000 shares, നേരത്തെ 40 അല്ലേ എടുത്ത്, ഇവിടെ 45,000 പബ്ലിക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ 5,000 മാത്രമാണ് അണ്ടർറൈറ്റേഴ്സ് ടേക്ക് ചെയ്യുക. ഇനി ഫുൾ ഷെയർ പബ്ലിക് വാങ്ങി വെച്ചോ, അണ്ടർറൈറ്റേഴ്സ് ഹാവ് നോ ലയബിലിറ്റി ഒന്നുമില്ല. ദാറ്റ് ഈസ് ഓപ്പൺ അണ്ടർറൈറ്റിംഗ്. സെക്കൻഡ് വൺ, ഫേം അണ്ടർറൈറ്റിംഗ്. Listen, under this type of agreement, the underwriters agrees to take up specified number of shares irrespective of the public subscription. Listen me, under this type of agreement, the underwriters agrees to take up the specified number of shares irrespective of the public subscription. പബ്ലിക്കിന് ഷെയർ ഇറക്കുന്നതിന് മുമ്പ് തന്നെ ഒരു സ്പെസിഫൈഡ് നമ്പർ ഓഫ് ഷെയർസ് അണ്ടർറൈറ്റേഴ്സ് വാങ്ങി വെക്കുന്നു. Thus, under firm underwriting, the underwriters agrees to take up definite number of shares in addition to unsubscribed shares. സാധാരണ അണ്ടർറൈറ്റേഴ്സ് പബ്ലിക് അൺസബ്സ്ക്രൈബ് ചെയ്യുന്ന ഷെയറുകളാണ് എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പക്ഷേ ഫേം അണ്ടർറൈറ്റിംഗ് എന്ന് പറയുന്നതിന്റെ അത് പബ്ലിക്കിന് ഇറക്കുന്നതിന് മുമ്പ് തന്നെ ഒരു നിശ്ചിത നമ്പർ ഓഫ് ഷെയർസ് അണ്ടർറൈറ്റേഴ്സ് വാങ്ങി വെക്കുന്നു. ബാക്കി പബ്ലിക് വാങ്ങിയിട്ടില്ല എങ്കിൽ അതിന്റെ ബാലൻസ് കൂടി അണ്ടർറൈറ്റേഴ്സ് വാങ്ങും. ദാറ്റ് ഈസ് ഫേം അണ്ടർറൈറ്റിംഗ്. നെക്സ്റ്റ് തേർഡ് കേസ്, ഫുൾ ആൻഡ് പാർഷ്യൽ അണ്ടർറൈറ്റിംഗ്. ഇത് രണ്ടാണ്. ഒന്ന് ഫുൾ അണ്ടർറൈറ്റിംഗ് ഉണ്ട്, മറ്റൊന്ന് പാർഷ്യൽ അണ്ടർറൈറ്റിംഗ്. When the whole issue is underwriting, when the whole issue is taken by the underwriters, it is called full underwriting. When the whole issue is taken by underwriters, it is called full underwriting. Appo when the whole issue is underwritten by underwriters, it is called full underwriting. പബ്ലിക്കിന് ഇറക്കിയിരിക്കുന്ന മുഴുവൻ ഷെയറും അണ്ടർറൈറ്റേഴ്സ് വാങ്ങുന്നു. അതിനെയാണ് ഫുൾ അണ്ടർറൈറ്റിംഗ് എന്ന് പറയുന്നത്. പാർഷ്യൽ അണ്ടർറൈറ്റിംഗ്. ലിസൺ, when a part of whole issue is underwritten by underwriters, it is called partial underwriting. When a part of whole issue, ഷെയർ ഇറക്കിയതിന്റെ ഒരു ഭാഗം മാത്രം അണ്ടർറൈറ്റേഴ്സ് അണ്ടർറൈറ്റ് ചെയ്യുന്നു, അതിനെയാണ് പാർഷ്യൽ അണ്ടർറൈറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഈ ചാപ്റ്ററിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 വേരിയേജിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ആർ ദ പ്രൊവിഷൻ റിഗാർഡിംഗ് അണ്ടർറൈറ്റിംഗ് ഓഫ് ഷെയർസ്? ലിസൺ, പ്രൊവിഷൻ റിഗാർഡിംഗ് അണ്ടർറൈറ്റിംഗ് ഓഫ് ഷെയർസ്. ഫസ്റ്റ് വൺ, a company cannot pay commission on issue of shares unless permitted by articles.
ആർട്ടിക്കിൾസിൽ കമ്പനിയുടെ ആർട്ടിക്കിൾസിൽ പ്രതിപാദിക്കാത്ത ഒരു കമ്പനിക്കും കമ്മീഷൻ നൽകാൻ അധികാരമില്ല, കൊടുക്കാൻ പാടില്ല. അതാ പ്രൊവിഷൻ. എന്താ പറഞ്ഞ? എ കമ്പനി കനോട്ട് പേ കമ്മീഷൻ ഓൺ ദി ഇഷ്യൂ ഓഫ് ഷെയർസ് അൺലെസ് പെർമിറ്റഡ് ബൈ ഇറ്റ്സ് ആർട്ടിക്കിൾസ്. ആർട്ടിക്കിൾസിൽ പരാമർശിച്ചില്ല എങ്കിൽ, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും കമ്പനിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഡോക്യുമെന്റ്സ് ആണ്. ആ ഡോക്യുമെന്റ്സിൽ, അതായത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പരാമർശിച്ചിട്ടില്ല എങ്കിൽ ഒരു കാരണവശാലും കമ്മീഷൻ കൊടുക്കാൻ പാടില്ല. സെക്കൻഡ് വൺ, കമ്മീഷൻ cannot be paid to any person or shares or debentures which are not offered to the public for subscription. Listen, company cannot be paid to any person or shares or debentures which are not offered to the public for subscription. പബ്ലിക്കിന് ആദ്യം തന്നെ സബ്സ്ക്രിപ്ഷന് വേണ്ടി ഇറക്കാതെ ഷെയറിന്റെ മുകളിൽ ഒരു കാരണവശാലും കമ്മീഷൻ കൊടുക്കാൻ വേണ്ടി പാടില്ല. പബ്ലിക്കിന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഇറക്കി, പബ്ലിക് വാങ്ങിയിട്ടില്ല, ബാലൻസ് അണ്ടർ റൈറ്റേഴ്സ് വാങ്ങുകയാണെങ്കിൽ അതിന് മാത്രമേ കമ്മീഷൻ കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. തേർഡ് വൺ, the commission is limited to 5% of the issue price of shares and 2.5% the issue price of debentures. The commission is limited to 5% of the issue price in the case of shares and 2.5% in the case of debentures. ഷെയർ ആണെങ്കിൽ പരമാവധി കമ്മീഷൻ ഇഷ്യൂ പ്രൈസിന്റെ 5%, ഡിബഞ്ചർ ആണ് അണ്ടർ റൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇഷ്യൂ പ്രൈസിന്റെ 2.5% മാത്രമേ കമ്മീഷൻ കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. ഫോർത്ത് വൺ, the amount or rate of commission should be clearly disclosed in the prospectus of the company. The amount and rate of commission should be disclosed the prospectus of the company. എത്രയാണ് കമ്മീഷന്റെ റേറ്റ്, എത്രയാണ് കമ്മീഷന്റെ എമൗണ്ട്, ഇത് കൃത്യമായിട്ട് പ്രോസ്പെക്ടസിൽ പരാമർശിച്ചിരിക്കണം. ഇതാണ് പ്രൊവിഷൻ റിഗാർഡിംഗ് അണ്ടർ റൈറ്റിംഗ് ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. അപ്പോ പ്രൊവിഷൻ റിഗാർഡിംഗ് അണ്ടർ റൈറ്റിംഗ് ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞു. ഇനി ഇതിൻ്റെ അകത്തുള്ളത് മാർക്ക്ഡ് ആപ്ലിക്കേഷൻ, അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ. മാർക്ക്ഡ് ആപ്ലിക്കേഷനും അൺമാർക്ക്ഡ് ആപ്ലിക്കേഷനും ഒരു വെയിറ്റേജിന്റെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് മാർക്ക്ഡ് ആപ്ലിക്കേഷൻ ഓർ വാട്ട് ഈസ് അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ? ഫസ്റ്റ് വൺ, മാർക്ക്ഡ് ആപ്ലിക്കേഷൻ. Generally, shares or debentures of a company are underwritten by 2 or more underwriters in an agreed ratio. Usually the forms are stamped with the name of underwriters in order to distinguish the forms of one underwriter from the others. Listen, shares or debentures of a company are underwritten by 2 or more underwriters. ഷെയറുകളും ഡിബഞ്ചറുകളും അണ്ടർറൈറ്റ് ചെയ്യുന്നത് 2 or more underwriters ഉണ്ടാവാം. Usually the forms are stamped with the name of underwriters in order to distinguish in the forms of one underwriters from others. Such stamped applications are called marked application. രണ്ടോ അതിലധികമോ അണ്ടർറൈറ്റേഴ്സ് ഒരു കമ്പനിയുടെ ഷെയറുകൾ അണ്ടർറൈറ്റ് ചെയ്യുമ്പോൾ ഓരോ അണ്ടർറൈറ്റേഴ്സിന്റെയും പേരിൽ സെപ്പറേറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുന്നതിനെയാണ് മാർക്ക്ഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ മീൻസ് ദ ആപ്ലിക്കേഷൻ ഫോംസ് without any name of underwriters, it is called unmarked application. The applicant form without any name of underwriters are called unmarked application. അങ്ങനെ ഓരോ അണ്ടർറൈറ്റേഴ്സിന്റെയും പ്രത്യേകം പേരിലല്ലാതെ ഫോംസുകൾ
തയ്യാറാക്കുന്നതിനെയാണ് അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഈ അണ്ടർ റൈറ്റിംഗ് ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സിന്റെ അകത്ത് ഒരു വെയിറ്റേജിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന് വാട്ട് ഈസ് അണ്ടർ റൈറ്റിംഗ്, മറ്റൊന്ന് ടൈപ്സ് ഓഫ് അണ്ടർ റൈറ്റിംഗ്, അത് ഫേം അണ്ടർ റൈറ്റിംഗ്, ഓപ്പൺ അണ്ടർ റൈറ്റിംഗ്, ഫുൾ അണ്ടർ റൈറ്റിംഗ്, പാർഷ്യൽ അണ്ടർ റൈറ്റിംഗ്. ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്ന മാർക്ക്ഡ് ആപ്ലിക്കേഷൻ, അതുപോലെ അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ. ഈ ചാപ്റ്ററിൽ കാൽക്കുലേഷൻ ഓഫ് ലയബിലിറ്റീസ് ഓഫ് അണ്ടർ റൈറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി മാത്രമേ ഉള്ളൂ. അത് രണ്ട് വെയിറ്റേജിന്റെ ഒരു പ്രോബ്ലം, ഹൗ ടു കാൽക്കുലേറ്റ് ദ ലയബിലിറ്റീസ് ഓഫ് അണ്ടർ റൈറ്റേഴ്സ്. അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരും. അപ്പോ ഈ ടൈപ്സ് ഓഫ് അണ്ടർ റൈറ്റിംഗും അതുപോലെ തന്നെ മാർക്കറ്റ് ആപ്ലിക്കേഷനും ഒക്കെ കൃത്യമായിട്ട് പഠിക്കുക. ഒരു വെയിറ്റേജിന്റെ ക്വസ്റ്റ്യൻ ആണ്. നിരവധി വർഷങ്ങളിൽ പരീക്ഷയ്ക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.